വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. നീ സമ്പന്നൻ ആകേണ്ടതിനും തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കും വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വിശ്വസ്തനും സത്യവാനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ യേശുക്രിസ്തു എന്ന ദൈവം 3 കൂട്ടം കാര്യങ്ങളാണ് വിലയ്ക്ക് വാങ്ങുവാൻ ലബോദിക്ക സഭയിലെ വിശുദ്ധന്മാരോട് ഉപദേശിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ലോകത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ വിലയ്ക്ക് വാങ്ങുവാൻ പറ്റുകയില്ല. സാക്ഷാൽ യേശു ക്രിസ്തുവിൽ തന്നെ വിലയ്ക്ക് വാങ്ങണം. വെളിപ്പാട് പുസ്തകം 3:18 പറയുന്ന 3 കാര്യങ്ങൾ. 1. നീ സമ്പന്നൻ ആകണം, അതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വിലയ്ക്ക് വാങ്ങുക. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നത് പരിശോധനയിൽ കൂടി കടന്നുപോയി ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസത്തെയും വിശുദ്ധിയെയും കുറിക്കുന്നു. 1 പത്രോസ് 1:7. ഇവിടെ പത്രോസ് തീയിൽ ശോധന കഴിച്ച പൊന്നും ശോധന ചെയ്യപ്പെട്ട വിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൻ പൊന്നിനെ തീയിലൂടെ കടത്തിവിട്ട് അതിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്നു. അത് പരിശുദ്ധമാണോ വ്യാജമാണോ എന്ന് അറിയുന്നതിന്. അതുപോലെ ദൈവം തൻ്റെ മക്കളെ കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ കടത്തിവിട്ട് വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്നു. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന അനേകരുടെ വിശ്വാസം വ്യാജമാണ് എന്ന് അവിടെ തെളിയും. പൊന്ന് വിലയുള്ളതാണെങ്കിലും അത് ആത്യന്തികമായി നശിച്ചു പോകുന്നതാണ്. തെളിവ് 1 പത്രോസ് 1:18, യാക്കോബ് 5:3. അതുകൊണ്ട് പൊന്നിനേക്കാൾ വിലയുള്ളതാണ് ഒരു ഭക്തൻ്റെ വിശ്വാസം. പൊന്നിന് നിത്യതയുടെ വിപണിയിൽ വിലയുണ്ടാകുകയില്ല. എന്നാൽ ഒരുവൻ്റെ വിശ്വാസം കഷ്ടത എന്ന കഠിന ശോധനയെ അതിജീവിച്ച് നിലനിൽക്കുമെങ്കിൽ അത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. പരിശോധിക്കപ്പെടാത്ത വിശ്വാസം ആശ്രയിക്കാൻ പറ്റാത്തതാണ്. ബൈബിളിലെ ഭക്തന്മാർ വിജയം വരിക്കാൻ കാരണം അവർ ഈ വിശ്വാസത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. ഭൗതിക സമ്പത്തുള്ള ലബോദിക്ക സഭയ്ക്ക് നിത്യസമ്പത്ത്, ഉയരത്തിലെ സമ്പത്ത് വേണമെങ്കിൽ തീയിൽ ഊതിക്കഴിച്ച പൊന്നും 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വചനവും ഹൃദയത്തിൽ സംഗ്രഹിക്കണം. സങ്കീർത്തനം 12:6. രണ്ടാമതായി വെളിപ്പാട് 3:18 നമ്മൾ കാണുന്നത് നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കേണ്ടതിന് വെള്ളയുടുപ്പ് ധരിക്കുക. കമ്പിളി വസ്ത്രത്തിന് കീർത്തി കേട്ട നഗരമായിരുന്നു ലബോദിക്ക. ഇവിടെ നിർമ്മിക്കുന്ന കാക്കക്കറുപ്പുള്ള കമ്പിളി വസ്ത്രങ്ങൾ ലോകപ്രസിദ്ധമാണെങ്കിലും ആത്മീക നഗ്നത മറയ്ക്കുവാൻ വെള്ളയുടുപ്പ് വാഗ്ദാനം ചെയ്യുന്നു. വെളിപ്പാട് 19:8, ഉൽപ്പത്തി 41:42, എസ്തേർ 6:9-11 വരെ, ദാനിയേൽ പ്രവചനം 5:29, 2 ശമൂവേൽ 10:4, യെശയ്യാവ് 20:4. ഈ വാക്യങ്ങൾ നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ടതാണ്. ചുരുക്കം പറഞ്ഞാൽ ലോകത്തുള്ള കളങ്കം പറ്റാതെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാനുള്ള ആഹ്വാനമാണ് വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി വെളിപ്പാട് 3:18 നമ്മൾ കാണുന്നത് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപം വാങ്ങുക. കൺമഷിയും കണ്ണിന് നയന ലേപനവും വിൽക്കുന്ന കച്ചവടക്കാർ അവിടെ, അതായത് ലബോദിക്കയിലുണ്ടായിരുന്നു. എങ്കിലും ആത്മീക ലേപനം അഥവാ ആത്മീക വെളിപ്പാട് അവർക്കില്ലായിരുന്നു. ആത്മ അഭിഷേകം നഷ്ടപ്പെടുത്തിയ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള ആലോചന വളരെ ശ്രദ്ധേയമാണ്. നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആത്മീക കൃപാവരങ്ങൾ തിരികെ പ്രാപിക്കണമെങ്കിൽ കണ്ണുനീരിൻ്റെയും അനുതാപത്തിൻ്റെയും വില നൽകേണ്ടതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 3:19 പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.